കുറച്ച് നാളുകളായിട്ട് ഈ കെ ഫാമിലി ചുറ്റിപ്പറ്റിയിട്ട് കുറേ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാനിനി അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്തായാലും ഇപ്പം പുതിയൊരു വീഡിയോയും കൂടെ പുറത്തു വന്നിരിക്കുവാണ്. ദിയ കൃഷ്ണയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പുള്ളിക്കാരത്തി ഒരു വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിനകത്ത് ഒരു പോർഷൻ അവരതിപ്പം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുവാണ്. അതായത് അവരുടെ അപ്പച്ചിയെ പിടിച്ച് മാറ്റി നിർത്തുന്നു. അതായത് അവരുടെ ആ ഒരു ഫ്രെയിമിനകത്ത്, അവരുടെ കുടുംബമായിട്ട് എല്ലാവരും ഇരിക്കുന്ന ആ ഒരു ഫ്രെയിമിനകത്ത് അപ്പച്ചിയെ അവർ നൈസായിട്ട് ഒഴിവാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. ഇവർക്ക് വേണമെങ്കിൽ പറയാം, അപ്പച്ചി ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഞാൻ വീഡിയോ എടുക്കുക, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് ഇവർക്ക് മാന്യത എന്ന് പറയുന്ന ഒരു ഭാഷയിൽ ഇവർക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇവരത് ചെയ്യാതെ മനഃപൂർവ്വം ആ പ്രായം ചെന്ന സ്ത്രീയെ ഇവർ പിടിച്ച് മാറ്റി നിർത്താനായിട്ട് നോക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇടയായിട്ട് ഇവർ എന്ത് കാണിച്ചാലും ഇവർക്ക് തന്നെ വിനയായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. സിന്ധു കൃഷ്ണയുടെ കേസ് തന്നെ കണ്ടില്ലേ? സിന്ധു കൃഷ്ണ വന്ന് പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കത് പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കുടുംബകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, CCTV ഫൂട്ടേജ് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പരിപാടികൾ. മനസ്സിലായില്ലേ? ഇത് കുത്തിയിരുന്ന് കാണുന്ന വേറെ കുറച്ച് ആൾക്കാർ, ഇവർക്കൊന്നും ഒരു ബോധവുമില്ല. എന്നാൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചിൻ്റെ അച്ഛനാണ് ഈ അശ്വിൻ. ഈ അശ്വിൻ്റെ ഫാമിലി ആ പരിസരത്ത് പോലും ഇല്ല. അശ്വിനൊന്നും ഒരു റോളും ഇല്ലെന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളാരും അത് കൂടുതലായിട്ട് ഒന്നും പറയാത്തതാ. എന്തായാലും നമുക്ക് ആ ഒരു ക്ലിപ്പ് ആദ്യം ഒന്ന് കാണാം. അപ്പച്ചി അവിടെ നിന്ന് ഓമിയെ നോക്കാമെന്നും പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് നോക്കുവാണ്. എന്നിട്ട് അപ്പച്ചി അവിടെ തന്നെ ഇരുന്നോളെ. അതായത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കണം. എൻ്റെ പ്രായം ചെന്ന ഒരു സ്ത്രീ അല്ലേ, നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു അവരെയൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അതെങ്ങനെ പറഞ്ഞാൽ കൂടി പോകും. അപ്പച്ചി അവിടെ നിന്ന് ഓമിയെ നോക്കിക്കോ, അല്ലെങ്കിൽ അപ്പച്ചി അവിടെ ഇരുന്നോ എന്നാണ് വിളിച്ച് പറയുന്നത്. വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ പറ്റി. ഇവരിപ്പോൾ ആ ഒരു പോർഷൻ എടുത്ത് ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുക. ദിയ അതിൻ്റെ ഇവരുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. To all the people criticizing the comments about Appachi being asked to sit aside, wouldn't you want a family picture with just your sister, immediate family in a milestone birthday? തേങ്ങ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ന്യായീകരണമാണ്. അതായത് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു പിക്ചർ വേണമെന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നും എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ, ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ബോധമില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ കിടന്ന് അങ്ങ് മെഴുകുവാണ്. എന്നാൽ സ്വന്തം വീഡിയോയുടെ താഴെ വരുന്ന കുറച്ച് കമൻസ് ഒന്ന് എടുത്ത് വെച്ച് വായിക്കുക. ദിയയുടെ കമൻറ്റ് വായിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പാവ അശ്വിൻ, ഹീ ഈസ് ലൈക്ക് ദി സൈഡ് ക്യാരക്ടർ ഇൻ ദിസ് വീഡിയോ ഈവൻ ദോ ഇറ്റ്സ് ഹിസ് സൺസ് ബർത്ത്ഡേ. ലുക്ക് ലൈക്ക് ഹി ഹാസ് നോ റോൾ വെൻ ഇറ്റ് കംസ് ടു ദിസ് ഫാമിലി. It's understandable KK shares a special bond with Omi, but he should acknowledge that Ashwin was the one to hold Omi to cut cake, not him. സത്യമാണ്, അവന് അതിനിവിടെ യാതൊരു റോളും ഇല്ല. അവനല്ലേ ഇത് മുന്നിട്ട് നിൽക്കുകയും ആ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും. പക്ഷേ അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് സൈഡാക്കുവാണ്. അശ്വിനാണ് കൊച്ചിൻ്റെ തന്ത. അത് ആദ്യമേ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും എല്ലാവരും. വേർ ഇസ് അശ്വിൻസ് ഫാമിലി? എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർ അശ്വിൻ്റെ അച്ഛനും അമ്മയും അല്ലേ? അവരുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? അവർക്കും കാണില്ലേ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം? ദിയ, നിൻ്റെ മോനും അവൻ്റെ വൈഫും നിന്നോട് പെരുമാറുന്ന ഒരു ഡേ വരും. മാതാപിതാക്കളുടെ കണ്ണുനീർ നമ്മൾ കാരണം വീണാൽ അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും. സത്യമാണ്. കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ. അതൊന്നും തിരിച്ചടിക്കാതെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഈയിടെയായിട്ട് അഹങ്കാരത്തിന് ഇത്തിരി കുറവൊന്നുമില്ല. അത് പണ്ടേ അങ്ങനെയാണ്, ഞാൻ കൂടുതലായിട്ട് വർണ്ണിക്കുന്നില്ല. ഇനി ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പച്ചിയെ മാറ്റി നിർത്തിയാൽ എന്താ തെറ്റ്? അവരുടെ ഫാമിലിയിലെ ഒരു പ്രധാനപ്പെട്ട മൊമെൻ്റ് അല്ലേ? അതിൽ അപ്പച്ചിയുടെ ആവശ്യമില്ല. ഇങ്ങനെ കുറേ മാനസിക രോഗികൾ നിൻ്റെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു മാറ്റാനാണോ ശ്രമിക്കുന്നത്? ഇനി മാന്യതയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പച്ചി ഒന്ന് മാറി നിൽക്കുമോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനാ എന്ന് പറഞ്ഞാൽ അവർ 100% അവർ മാറി നിൽക്കും. അല്ലാതെ ഇതൊരു മാതിരി ഇതില്ല നൈസായിട്ട് ഒഴിവാക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചത് അതൊട്ടും ശരിയുള്ളൊരു കാര്യമല്ല. ഇത് നിങ്ങൾ ഈ ഇടയായിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കുറേ പരിപാടികൾ നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്.
അത് മാത്രമല്ല അശ്വിൻ്റെ അമ്മയുടെ കേസ് എന്തുവായിരുന്നു? എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ അമ്മ എന്ന് വിളിക്കാൻ പറ്റൂ, ബാക്കിയുള്ളവരെ വിളിക്കാൻ പറ്റത്തില്ല, വഴി കിടക്കുന്നവരെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവരെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ലായിരുന്നോ? അതാ പറഞ്ഞു, ഇവർക്ക് എല്ലാത്തിനോടെയും പുച്ഛവും അഹങ്കാരമാണ്. അഹങ്കാരം തലയ്ക്ക് കയറിയിരിക്കുവാണ്, തലയ്ക്ക് പിടിച്ച് നടക്കുമോ. ഞാൻ ലോകം മൊത്തം അങ്ങ് വെട്ടി കീഴടക്കി, ഞങ്ങളെ വലിയ വേറെ ആരുമില്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാർ ഞങ്ങളാണ്, ബാക്കി എല്ലാവരും ഞങ്ങളുടെ താഴെ കിടക്കുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് ആദ്യം എടുത്ത് വെളിയിൽ കളയുന്നതിൻ്റെ സമയത്തെ നിങ്ങളെല്ലാവരും നന്നാവത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ഫാമിലിയിൽ ഇഷ്യൂ വരെ ഇപ്പം വെളിയിൽ വന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒന്ന് ആലോചിക്കുക, പ്രായം ചെന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് വരെ വീഡിയോസ് വന്നു, അതിനെപ്പറ്റി കോൺട്രവേഴ്സി വന്നു, നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തിയാണത്. എന്തോ ഒരു പറയാനാണെന്ന് ആലോചിച്ച് നോക്ക്. ഓരോ ദിവസം കൂടുന്തോറും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. ഹിന്ദു കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേലയും കൂലിയും ഇല്ലാത്ത കുറേ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര രീതിയിൽ ഒരു സമയത്ത് യൂട്യൂബേഴ്സിനെ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം എന്താണ് എന്ന്. ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മളാരും ചെയ്തിട്ടൊന്നുമില്ല, നമ്മളാരും ചെയ്യത്തുമില്ല. ഇതണക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നിറങ്ങി മാറി നിൽക്കുക എന്നുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിക്കത്തില്ല. അതിനിപ്പം ഈ അപ്പച്ചി എന്ന് പറയുന്ന ഒരു ആളും അല്ല, ഇപ്പം നമ്മുടെ വീട്ടിലെ ഏതൊരു വ്യക്തികളായിക്കോട്ടെ, ഒരു മനുഷ്യരെ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യത്തില്ല. ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രത്യേകിച്ച് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സ്വന്തമായിട്ട് നമുക്ക് ജനിച്ച് വളരുന്ന സമയത്ത് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് നിങ്ങളിപ്പോൾ ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറേ കമൻസുകളുണ്ട്. ശരിക്കും അശ്വിനുണ്ടല്ലോ, അശ്വിൻ ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ മിണ്ടാണ്ട് നടക്കുവാണ്. എനിക്കറിയാൻ വയ്യ അവന് ഇതിനകത്തുള്ള ഒരു റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ ഇങ്ങനെ സൈഡ് വലിഞ്ഞിരിക്കുവാണ്. നീ നിൻ്റെ ജീവിതത്തിൽ മൊത്തം ഇങ്ങനെയാണോ അശ്വിനെ? നീ ജനിച്ച സമയം തൊട്ടേ ഇങ്ങനെയാണോ? നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യാതൊരു വിലയും ആ ഫാമിലി കൊടുക്കുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നീ വെറുതെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. കാറിൽ പോകുന്ന സമയത്ത് കണ്ടില്ല, അവൻ കയറി ബാക്ക് സീറ്റിൽ ഇരിക്കുന്നു, കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാ കാണണ്ടേ? നമ്മളൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. ഭാര്യ വീട്ടിൽ അടിമയാവേണ്ട ആവശ്യമൊന്നുമില്ല. നീ അത്യാവശ്യം നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് വോയിസ് റൈസ് ചെയ്യേണ്ട സമയത്ത് റൈസ് ചെയ്യണം. അല്ലാതെ മിണ്ടാതെ പൂച്ചയെ പോലെ ഇരുന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഉള്ള കാര്യം പറയാമല്ല, ഈ വീഡിയോയ്ക്കകത്തൊക്കെ നിന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപമാണ് തോന്നുന്നത് അശ്വിൻ്റെ അടുത്ത്. ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യർ പെരുമാറേണ്ടത്? ഇത് എല്ലാവരുടെ അഭിപ്രായം, എൻ്റെ മാത്രമൊന്നും അല്ല. ആ കമൻറ്റ് ബോക്സ് എടുത്ത് വെച്ച് നിങ്ങൾ നോക്ക്. അശ്വിന് ഒരു റോളും ഇല്ല, അശ്വിൻ്റെ ഫാമിലി എന്തിയെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? അവരുടെ കൊച്ചുമകനല്ലേ, കൊച്ചുമകൻ്റെ ബർത്ത്ഡേക്ക് അശ്വിൻ്റെ ഫാമിലിക്ക് വരണമെന്ന് എന്തുമാത്രം ആഗ്രഹം കാണും. അതുപോലും എന്താ മനസ്സിലാകാത്തേ? അപ്പം അവരെയൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സ്വന്തം അച്ഛനെ അമ്മയാണ് നീയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്ക്. ഇപ്പോൾ ഒരു മനുഷ്യരോടെയും ഒരു റെസ്പെക്റ്റും ഒന്നും കൊടുക്കാത്ത ഒരു ഫാമിലി കുറേ നാളുകളായിട്ട് ഇത് തന്നെ. ഇവരുടെ ആ ഒരു 75 ലക്ഷമോ 65 ലക്ഷമോ കടയിൽ നിന്ന് കണ്ട് അടിച്ചുകൊണ്ട് പോയ സമയത്തെ ഞാൻ പറയുന്നുണ്ട്, പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 60 ലക്ഷം രൂപ എഴുതിത്തള്ളാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങളാരും കാണാതെ പോകരുത് എന്ന്. അന്ന് കുറേ ആൾക്കാർ തലയെ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. അയ്യോ സൂപ്പർ കണ്ടില്ല, അയ്യോ 60 ലക്ഷം രൂപയാണ് അടിച്ചുകൊണ്ട് പോയത്, അതായത് സ്വന്തം വീട്ടിലെ കാശ് പോയെന്നും പറഞ്ഞൊക്കെ ആയിരുന്നു കുറേ എണ്ണത്തിൻ്റെയൊക്കെ കമൻസും കരച്ചിലും ഒക്കെ. ഇവരുടെ ക്യാരക്ടർ, ഇവരുടെ സ്വഭാവം മിക്ക ആൾക്കാർക്കും അറിയാം, മിക്ക യൂട്യൂബേഴ്സിനും അറിയാം. ഇവരുടെ ഭാഗത്തിനായുള്ള സമയത്ത് യൂട്യൂബേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരുമാതിരിയില്ല പുച്ഛവും ഇവരെ വെച്ച് ആരും ഇല്ല എന്നുള്ള ഒരു രീതിയും ഇതൊക്കെയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇവരാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ മേലാണ്ട് ചോദിക്കുക. പണ്ടങ്ങാണ്ട് ഏതോ ഒരു സിനിമയിൽ കൃഷ്ണകുമാർ അഭിനയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു വ്യക്തി എന്തുവാണ്, പാർട്ടിയിലാണെങ്കിൽ എവിടെ നിന്ന് തോറ്റ് തുന്നം പാടി, പിന്നെ ഇപ്പോൾ ഏതിൻ്റെ എങ്ങാണ്ട് എന്തോ ഒരു സ്ഥാനമോ കാര്യങ്ങളോ അങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ എന്തോ ഇവർക്ക് എല്ലാവർക്കും കുറേ യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബാണ് പ്രധാന ഇൻകം, അതുവഴിയാണ് ബാക്കി ബിസിനസ്സും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു നിപ്പും പടുതയും കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മക്കളോ അതോ മമ്മൂട്ടിയുടെ മക്കളുടെ കണക്ക് അവർക്ക് പോലും ഇല്ല ഇത്ര അഹങ്കാരവും ജാടയും കാര്യങ്ങളും ഒന്നും. അപ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്തായാലും
എന്തായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലേ, എല്ലാ വീടുകളിലും ഇതുപോലൊരു അമ്മ വേണമെന്ന്. അതെ, തീർച്ചയായിട്ടും ഒരു വീടുകളിലും ഇതുപോലൊരു വ്യക്തി ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്റ്റേജിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ച് വിടുന്ന പരിപാടിയൊന്നും ഒരു കുടുംബങ്ങളിലും ആരും കാണിക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു വ്യക്തികളൊന്നും ഒരു കുടുംബത്തിലും വേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.